കാറളം നന്ദി റോഡിൽ പാടത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ പോട്ട സ്വദേശിയെ കൊണ്ടുതന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. 25,000 രൂപ പിഴയും ചുമത്തി. ഗുരുവായൂർ നഗരസഭ ടൗൺഹാൾ കോമ്പൗണ്ടിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ തള്ളിയതിൽ പ്രതിഷേധം. ടൗൺഹാൾ വളപ്പ് പാമ്പുകളുടെ വിഹാര കേന്ദ്രമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ നടപടി ദേവസ്വം പിൻവലിച്ചു. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കേരള കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി നൃത്തം അഭ്യസിപ്പിക്കുമെന്ന് കേരള കലാമണ്ഡലം. കുടിവെള്ളത്തിന് സർക്കാർ സംവിധാനങ്ങളെ കാത്തുനിൽക്കാതെ കൊടുങ്ങല്ലൂർ കല്ലുംപുറ നിവാസികൾ. ജലവിതരണ പദ്ധതി നടപ്പാക്കുന്നത് പ്രദേശവാസികളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചു. വാർത്തകൾ വിശദമായി. കാറളം നന്ദി റോഡിൽ പാടത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി. തള്ളിയ വ്യക്തിയെ കൊണ്ടുതന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. 25,000 രൂപ പിഴയും ചുമത്തി. ചാലക്കുടി പോട്ട സ്വദേശി ചിറക്കാട്ടുകാരൻ മാഹിനെതിരെയാണ് നടപടി. പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിൽ അറവ് മാലിന്യവും മറ്റും തള്ളുന്നത് പതിവായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് നിരവധി ചാക്കുകളിലായി അറവ് മാലിന്യം റോഡരികിനോട് ചേർന്ന് പാടത്തേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. തെരുവ് നായ്ക്കളും പക്ഷികളും മാലിന്യം കൊത്തിവലിക്കുകയും പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ എത്തി പ്രദേശത്തെ മാംസ കച്ചവടം നടത്തുന്ന സ്റ്റാളുകളിലും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞത്. പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് സംഭവത്തിൽ കാട്ടൂർ പോലീസ് കേസെടുത്തിരുന്നു. എല്ലാം തിരിച്ചറിഞ്ഞു നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ വന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് 25,000 രൂപ പിഴ അടപ്പിക്കുകയും പിന്നെ ഈ മാലിന്യം തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരോട് അതിന് പുറമെ ഈ മാലിന്യം കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി ഉപ്പ് വെച്ചതിന് ശേഷം മാത്രം ഈ മാലിന്യം എവിടെ കൊണ്ടുപോകുമെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭ ടൗൺഹാൾ കോമ്പൗണ്ടിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ തള്ളിയതിൽ പ്രതിഷേധം. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ബോർഡുകളും മറ്റുമാണ് ടൗൺഹാൾ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ടൗൺഹാളിന് സമീപം കഴിഞ്ഞ ദിവസം മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. കോമ്പൗണ്ടിൽ മാലിന്യങ്ങൾ വൃത്തിയാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ശുചീകരണ തൊഴിലാളികൾ 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടത്. ഇതോടെ തൊഴിലാളികൾ ഭീതിയിലാണ്. ശുചിത്വ നഗരമെന്ന് പ്രഖ്യാപിച്ച നഗരസഭയുടെ സ്വന്തം ടൗൺഹാൾ കോമ്പൗണ്ടിലാണ് ഫ്ലക്സ് ബോർഡുകളുടെയും മറ്റും സംഭരണ കേന്ദ്രമാക്കി മാറ്റിയത്. ഗുരുവായൂർ ടൗൺഹാളിന് പുറകിൽ നിന്ന് 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ടൗൺഹാളിന് പുറകിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ രാവിലെ 6 മണിയോടെ ശുചീകരണ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് കോട്ടപ്പടി പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസങ്ങളിലായി ടൗൺഹാൾ പരിസരത്ത് മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു. നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം ടൗൺഹാൾ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ദേവസ്വത്തിനെതിരെ പ്രതിഷേധം. ഏകാദശിയോടനുബന്ധിച്ചാണ് തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള ക്യൂ സംവിധാനം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏകാദശി ആഘോഷം കഴിഞ്ഞതിന് ശേഷവും ഇത് തുടരുകയായിരുന്നു. ഇതിൽ പ്രദേശവാസികളായ ഭക്തരും മുതിർന്ന പൗരന്മാരും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ദേവസ്വത്തിന്റെ നയം ഭക്തരുടെ വികാരം മാനിച്ചല്ലെന്നായിരുന്നു ആക്ഷേപം. ഇതേ തുടർന്നാണ് ക്യൂ സംവിധാനം പുറത്തേക്ക് മാറ്റിയ നടപടി പിൻവലിച്ചത്. ബന്ധുവിന്റെ മരണം മൂലം വാലായ്മയുള്ള തന്ത്രി ഏകാദശി ഊട്ടിന് വിളക്ക് കൊളുത്തിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തന്ത്രി സമാജവും യോഗക്ഷേമ സഭയും ഈ വിഷയത്തിൽ തന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൗജന്യമായി കളഭം നൽകിയില്ലെന്നാരോപിച്ച് ക്ഷേത്രം മാനേജരെ സ്ഥലം മാറ്റിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ദർശനത്തിനെത്തുന്ന ഭക്തരെ ശ്രീകോവിലിന് മുന്നിൽ ബലമായി തള്ളി നീക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ ഇത് പലപ്പോഴും വാഗ്വാദത്തിനിടയാക്കുന്നുമുണ്ട്. സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരെ ബലമായി തള്ളിയും വലിച്ചുമാണ് നീക്കുന്നത്. ആരാധനാലയത്തിലെ സാഹചര്യത്തിന് നിരക്കാത്ത വിധം ഉറക്ക ചീത്ത വിളിച്ചും ഭണ്ഡാരത്തിൽ ശബ്ദത്തിൽ അടിച്ചും പെരുമാറുന്ന ജീവനക്കാർ ക്ഷേത്രത്തിന് കളങ്കമാണെന്നാണ് ഭക്തരുടെ വികാരം.
അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഭരണസമിതി ഭക്തർക്ക് സുഖദർശനത്തിനും ക്ഷേത്രത്തിന്റെ പാവനത സൂക്ഷിക്കാനും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. TCV തൃശൂർ. സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് കലാമണ്ഡലം സർക്കാരിനെ അറിയിച്ചു. നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായിരുന്നു. കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അഹങ്കാരമെന്നായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. വെഞ്ഞാറമൂട് നടന്ന ഒരു പൊതുപരിപാടിക്കിടെയാണ് മന്ത്രി നടിക്കെതിരെ ആഞ്ഞടിച്ചത്. ജനുവരി 4 മുതൽ ആണ് തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവം നടക്കുന്നത്. ഈ കലോത്സവത്തിന്റെ അവതരണ ഗാനം ചിട്ടപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നടിയെ സമീപിച്ചു. ഗാനം ചെയ്യാമെന്നേറ്റ അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. കലോത്സവത്തിലൂടെ വളർന്നു താരമായ നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയും എന്നായിരുന്നു വിമർശനം. പരാമർശം വിവാദമായതോടെ മന്ത്രി പിന്നീട് പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിരുന്നു. ചുവപ്പുനാടയുടെ കുരുക്കഴിയാൻ കാത്തുനിൽക്കാതെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തമായി ശുദ്ധജലം എത്തിക്കുകയാണ് കല്ലുംപുറം നിവാസികൾ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ശാന്തിപുരം കല്ലുംപുറം പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന പ്രാദേശിക ജലവിതരണ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ്. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമാണ് ആശ്രയം. പുഴയോരമായതിനാൽ പരമ്പരാഗത ജലസ്രോതസ്സുകളിൽ ഉപ്പുരസമുള്ള വെള്ളമാണുള്ളത്. ദേശീയപാത നവീകരണം ആരംഭിച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ശുദ്ധജല വിതരണം താറുമാറായി. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതിക്ക് രൂപം നൽകിയത്. ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലത്ത് 3 കുഴൽക്കിണറുകൾ കുഴിച്ച് അതിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. 7ാം വാർഡ് അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PA നൌഷാദിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. കുടിവെള്ള പ്രശ്നം നിരന്തരമായുള്ളൊരു പ്രശ്നം കാരണം നമ്മളിവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് വെച്ച് എല്ലാ വീടുകളിലേക്കും ഒരു പൈപ്പ് ലൈൻ, അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എല്ലാവരുടെ സഹകരണം കൊണ്ട് നമ്മളൊരു വീടിന് മിനിമം ഒരു 5000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനിടയ്ക്ക് കുറച്ച് സ്പോൺസർമാരെ നമ്മൾ കണ്ടെത്തി. അങ്ങനെ സ്റ്റാർട്ടിങ് പണി നമ്മൾ ഇവിടെയുള്ള കൂട്ടായ്മ ഇത്രയും ആളുകൾ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ടുണ്ട്. ഒരു 90% ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലവിതരണ പദ്ധതിക്ക് 3 ലക്ഷം രൂപയാണ് പ്രാഥമിക ചിലവ് വരുന്നത്. ഇതിൽ പകുതി തുക ഗുണഭോക്താക്കളിൽ നിന്നും സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി തുക വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പ് വഴി സമാഹരിക്കും. ജലവിതരണ പദ്ധതിയുടെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള തുടർ ചിലവുകൾ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട കമ്മിറ്റി വഹിക്കും. സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കല്ലുമറുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമുള്ള നമ്മുടെ ഈ പ്രദേശം സഹായിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി കണ്ട് അതാണ് ഒരു 17,000 രൂപ അടുത്ത് വരുന്ന 2 മോട്ടർ 2 ഇക്കന്മാരാണ് നമുക്ക് വാങ്ങിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വന്ന ടാങ്കുകൾ ഒരു 6 എണ്ണം നമുക്ക് 6 ആൾ സ്പോൺസർ ചെയ്ത് അത് അവർ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നത്. പൈപ്പ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ജലവിതരണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആമിന അൻവർ ചെയർമാനും താജുദ്ദീൻ പുതുവീട്ടിൽ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ജലവിതരണ പദ്ധതി നടപ്പിലാക്കുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് US-ലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലെത്തിയിരുന്നു. രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും സാക്കിർ ഹുസൈനെ അലട്ടിയിരുന്നു. കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലുങ്കിൽ ഇടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാന പാതയിൽ കടവല്ലൂർ ഹൈസ്കൂളിന് സമീപം രാവിലെ 7:30ഓടെയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരായ 2 പേരെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്.
വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ അകമല ചാക്യാറ കരിപ്പറമ്പിൽ വീട്ടിൽ അനിൽകുമാറിന് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഓട്ടുപാറ സ്റ്റാൻഡിലേക്ക് കയറുന്നതിനിടെ ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ വിജോയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. തുറക്കുന്നതിനിടെ നിലം പതിച്ച സ്ലൈഡിംഗ് ഗേറ്റ് കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുന്നതിന് മുൻപ് ഗ്രീഷ്മ ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെ മതേതര ജനാധിപത്യ നിര കെട്ടിപ്പടുക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. CPM തൃശൂർ ഏരിയ സമ്മേളനം പാട്ടുരായ്ക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ അടിയിൽ ഒപ്പിടുക എന്ന ഭരണഘടനാപരമായ ചുമതല നിറവേറ്റാത്ത ഗവർണറെ കൊണ്ട് കേരളത്തിന് ഉപദ്രവമല്ലാതെ ഉപകാരമില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കാരം രാജ്യത്തെ പ്രസിഡന്റ് ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘപരിവാർ നീക്കമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, UP ജോസഫ്, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കുടിയുമുത്തല്ല സ്പെക്ട്രം സാങ്കേതികവിദ്യ. നമ്മളാണ് ഫോൺ വാങ്ങുന്നത്. നമ്മൾ ഫോൺ വാങ്ങി പൈസ കൊടുത്ത് അഡ്വാൻസ് പൈസ അടച്ച് ടെലിഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ലക്ഷം കോടി രൂപ ലാഭം കിട്ടുന്ന കച്ചവടമായിട്ട് ടെലിഫോൺ ഇൻഡസ്ട്രി മാറുന്നു. ഓരോ തവണയും പുതിയ ജനറേഷൻ 2G, 3G, 4G, 5G എന്നുള്ള ജനറേഷൻ മാറുന്നു. ഓരോ ജനറേഷൻ മാറുമ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ വേഗത അനേക ശതം ഇരട്ടിക്കുന്നു. വളരെ വളരെ പെട്ടെന്ന് വേഗത. അത്തരം ഒരു കാലത്ത് ഇവിടെ പുതിയ ചെയ്തത് എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കും. എല്ലാവരും കാശ് കൊടുക്കുകയും ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നവരെ ചായ കുടിക്കുന്നത് പോലെ മൊബൈൽ ഫോണിൽ പൈസ അടയ്ക്കുമ്പോൾ ആ വ്യവസായം പൂർണ്ണമായി ഇന്ത്യയിലെ സ്വകാര്യ മുതലാളികൾക്ക് വരുന്നു. ഇന്ത്യയിലെ പൊതുമേഖലയിലെ കമ്പനി പിന്നിലാണ്. സ്വകാര്യ കമ്പനി 5ാമത്തെ തലമുറയിൽ എത്തുമ്പോൾ BSNL 3ാമത്തെ തലമുറ. കടങ്ങോട് കിണറ്റിൽ വീണ കുറുനരിയെ എരുവപ്പെട്ടി വനപാലകർ രക്ഷപ്പെടുത്തി. കടങ്ങോട് പഞ്ചായത്ത് 4ാം വാർഡ് തെക്കുമുറി പൊയ്യത്ര മാധവന്റെ വീട്ടുകിണറ്റിലാണ് ഇന്നലെ രാത്രി കുറുനരി വീണത്. രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മാർച്ചും ധർണയും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. മുൻ മേയർമാരായ IP പോൾ, രാജൻ J. പല്ലൻ, കോൺഗ്രസ് നേതാക്കളായ ഹാപ്പി മത്തായി, ജേക്കബ് പുലിക്കോട്ടിൽ, തിമോത്തി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ അബ്ദുൾ ഹക്ക്, സാജു പാറേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ അംഗങ്ങൾ ഈ 3 പേരും കൂടി വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. 3 പീടികയിൽ നിന്നും പെരിഞ്ഞനം KSEB ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. KPCC സെക്രട്ടറി KB ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KF ഡൊമനിക്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, നേതാക്കളായ CS രവീന്ദ്രൻ, PMA ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. പറ്റാത്ത തരത്തിലേക്ക് നിത്യോപയോഗ സാധനം
വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാട്ടൂർ, കാറളം, പടിയൂർ, പൂമംഗലം, വെള്ളൂക്കര പഞ്ചായത്തുകളിലെ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിറ്റോ കുര്യൻ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി KK ശോഭനൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം, MJ റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് KSEB സെക്ഷൻ ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പൊതുയോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനുണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കിയ LDF സർക്കാർ 3 ഇരട്ടി അധിക നിരക്കിൽ പുതിയ കരാർ നടപ്പിലാക്കിയതായാണ് KSEBയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് MP വിൻസെന്റ് പറഞ്ഞു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ ആദങ്കാവിൽ, KC അഭിലാഷ്, റോയ് K ദേവസി, KP ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതലാക്കി ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലേറെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് കേച്ചേരിയിൽ തുടക്കമായി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നല്ലി MLA, KV അബ്ദുൽ ഖാദർ, KK രാമചന്ദ്രൻ MLA, TK വാസു തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വാസുദേവൻ അന്തിക്കാട് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് MV ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP ദേശീയ കൌൺസിൽ അംഗം MS സമ്പൂർണ്ണ, പ്രസ് അക്കാദമി വൈസ് പ്രസിഡന്റ് TS സുഭാഷ്, TS നീലാംബരൻ, അലക്സാണ്ടർ സാം തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗമായി R ജയകുമാറിനെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഗുരുവായൂർ സ്വദേശിയായ ജയകുമാർ നേരത്തെയും കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 22-ന് തിരുനാവായ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗുരുവായൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് കൂടിയാണ് ജയകുമാർ. വിലക്കയറ്റത്തിനും വൈദ്യുതി ചാർജ് വർധനവിനുമെതിരെ RSP ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. RSP ദേശീയ സമിതി അംഗം K സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണെന്ന് സനൽകുമാർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MP ജോബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങോട് സുരേഷ്, ജോസഫ് കുര്യൻ, KM അനിൽകുമാർ, PK അലി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പഞ്ചവാദ്യം, പൂത്താലം, ഉടുക്കുപാട്ട് എന്നിവ അകമ്പടിയായി. ഗുരുവായൂർ ജയപ്രകാശിന്റെ കേളി, ജ്യോതിദാസ് ഗുരുവായൂരിന്റെ ഭജന എന്നിവയും ഉണ്ടായിരുന്നു. അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഭാരവാഹികളായ K ദിവാകരൻ നമ്പ്യാർ, ചന്ദ്രൻ ചങ്കത്ത്, രാജു കലാനിലയം, പ്രഭാകരൻ മണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന്റെ 1ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷ പരിപാടികളുടെ സ്വാഗത സംഘം രൂപീകരണം നടന്നു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ AK സുരേഷ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, KR വിനോദ്, രഘുനാഥ് C മേനോൻ, പ്രിൻസിപ്പൽ T രതി എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പാലയൂർ ഏരിയ കൌൺസിൽ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു.
ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ പാലയൂർ മാർത്തോമ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റീന ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ പ്രിൻഡോ കുളങ്ങര അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ജിക്സൺ താഴത്ത്, ജോസ് മഞ്ഞളി, സ്റ്റീഫൻ ജോസ്, CL അഗിൻസ്റ്റൺ എന്നിവർ സംസാരിച്ചു. 57ാം വാർഷിക റിപ്പോർട്ട് പൊതുജന ഫ്രെഡറിക് ഓസാനാമും സുഹൃത്തുക്കളും വേരോടിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയായി ഒരുപാട്. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര സംഗീതവും തിരക്കഥയും ദൃശ്യാവിഷ്കാരവും നിർവഹിച്ച വരും കാത്തിരിക്കണം എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. കുഞ്ഞുനാളിൽ മുട്ടിട്ട ഇഷ്ടം കൗമാര പ്രണയമായി വളർന്ന് വിരഹത്തിന് വഴിമാറുന്നതും അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും പ്രണയാനുഭൂതിയിലേക്ക് ഉണരുന്നതും മനോഹരമായി ഈ ഗാനാവിഷ്കാരത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്ന്. അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ഒരു പാട്ട് വിഷ്വൽ ചെയ്യണമെന്ന്. ഇതിൻ്റെ പേര് വരും കാത്തിരിക്കണം എന്നാണ്. 17ൻ്റെ പൂങ്കരളിൽ എന്ന പാട്ട് പാടിയ കബീറും നവാഗതയായ അനുജ ഹസിബുമാണ് പാടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് എൻ്റെ മകൻ അവിൻ മോഹൻ സിത്താരയാണ്. തൃശൂരിൽ ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഗാനത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ ശിവജി ഗുരുവായൂർ, സുനിൽ സുഗത, ജയരാജ് വാര്യർ, മഞ്ജു സുഭാഷ്, സംഗീത സംവിധായകൻ മോഹൻ സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A. ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. വായനശാല സെക്രട്ടറി CK വിനോദ്, ഭരണസമിതി അംഗങ്ങളായ TPA ഹമീദ്, K. ചിത്രലേഖ, ഹരിദാസ് തളി, CV വിജിത എന്നിവർ സംസാരിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും തളിയിലെ വിമുക്ത ഭടന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പോഷൻ ട്രാക്കർ സംവിധാനം പിൻവലിക്കണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മേച്ചേരിപ്പടിയിൽ മുല്ലശ്ശേരി പ്രോജക്ട് സെക്രട്ടറി KP ശ്രീജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ഷീല അധ്യക്ഷയായി. PA സുശീല, KS സ്വാതി, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 37ാം മഹാസുവിശേഷ യോഗം കല്ലുംപുറത്ത് സമാപിച്ചു. സഭാ പരമാധ്യക്ഷൻ സെറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. സഭയ്ക്ക് കീഴിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സെറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത വിതരണം ചെയ്തു. സുവിശേഷ യോഗം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, ട്രഷറർ ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ CP ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ഇഷ്ടം സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ഇന്ന് രാത്രി നിങ്ങൾ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി നേർവഴി സംഘടന ഭാരവാഹികളെയും മനുഷ്യാവകാശ പ്രവർത്തകൻ TK നവീൻ ചന്ദ്രനെയും നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പുത്തൻപീടിക അഞ്ചങ്ങാടിയിൽ ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് കണിമംഗലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ധനപാലൻ, പോൾ പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. എട്ട് ദിവസം നീണ്ടുനിൽക്കുന്ന കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലും മഹാസമ്മേളനത്തിന് തുടക്കമായി. ET ടൈസൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ MP TN പ്രതാപൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ബുസ്താനുൽ ഉലും പ്രസിഡന്റ് KA മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, EKM പന്നൂർ, ബിലാൽ സൊലാഹി, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 22-ന് സമ്മേളനം സമാപിക്കും. ആ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതായി മാറും. അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ ആ നേടുന്ന
ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ 83 കുട്ടികൾക്ക് സൈക്കിളുകൾ സമ്മാനമായി നൽകി. അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ വർഗീസ് കൂത്തൂർ സൈക്കിൾ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേസൺ പുതുപ്പള്ളി, മദർ സുപ്പീരിയർ സിസ്റ്റർ ശാന്തി തെരേസ്, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. ഓരോ പ്രവർത്തനത്തിലും വികാരിയച്ഛനോട് യാതൊരു മടിയും കൂടാതെ തന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അച്ഛൻ കാര്യത്തിൽ വിശ്വാസ പരിശീലന കാര്യത്തിൽ CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ ഒരുക്കി. മെഗാ തിരുവാതിര, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി. ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായിരുന്നു. TA സുരേഷ്, TK ചന്ദ്രൻ, PA അശോകൻ, KK പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗം പുത്തൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ കലാപരിപാടികൾ, തൃശൂർ മേഖലാ കുടുംബസംഗമം, ടോക്ക് ഷോ, വിവിധ മത്സരങ്ങൾ എന്നിവ ഇതോടൊപ്പം നടക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ്, കൺവീനർ U സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ 1ാം അനുസ്മരണ ദിനവും തൗര്യത്രികം കലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച തിച്ചൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അനുസ്മരണ സമ്മേളനം മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്യും. കരിയന്നൂർ നാരായണ നമ്പൂതിരി, സന്തോഷ് കൈലാസ്, C സജിത്, TA ബാബുരാജ്, വിപിൻ കുടിയേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുറ്റേക്കര നെയ്തലക്കാവ് മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുറ്റേക്കര ആണ്ടപ്പറമ്പ് അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് നടത്തി. ആണ്ടപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് കുറുവിൽ കാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. PR ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ വ്യാഴാഴ്ച ഒല്ലൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, ഡേവിസ് ചക്കാലക്കൽ, സനോജ് കാട്ടൂക്കാരൻ, സന്ദീപ് സഹദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ സെന്റർ ഫോർ ട്രേഡ് യൂണിയൻസ് ജില്ലാ സമ്മേളനം AITCU ദേശീയ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VV രാജേന്ദ്രൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബാബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. MD രാജീവ് സെക്രട്ടറിയും KV പ്രകാശൻ പ്രസിഡന്റുമായി 11 അംഗ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി മോഹൻദാസ്, ജാനകി സുധൻ, ബിൻസിമോൾ, രതീഷ് ആലുങ്കൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിൽ ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളായ A സൈഫുദ്ദീൻ, P റോസ, ഡെപ്യൂട്ടി കളക്ടർ PM സനീറ, ഫാദർ നൌജിൻ വിധേയത്തിൽ, അഡ്വക്കേറ്റ് PV അലി, റോണി അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറഞ്ചേരി പനമ്പാട് KSEB ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TK അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടക്കുമുക്ക് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് B ചന്ദ്രവല്ലി, പുന്നക്കൽ സുരേഷ്, A പവിത്രകുമാർ എന്നിവർ പങ്കെടുത്തു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. 70ഓളം സ്കൂളുകൾ മാറ്റുരച്ച കലോത്സവത്തിൽ 3 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് സ്കൂൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. K രാധാകൃഷ്ണൻ MP വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദേശഭക്തി ഗാനം A ഗ്രേഡ്, പദ്യം ചൊല്ലൽ മലയാളം A ഗ്രേഡ്, അളകൻ സ്റ്റിൽ മോഡൽ ഫസ്റ്റ്.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല പുരുഷ വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് വനിതാ വിഭാഗത്തിൽ ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, പ്രൊഫസർ PJ തോമസ്, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും പുണ്ടായി ബ്രദേഴ്സ് വാട്സാപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്ക് ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ K. രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തി 12 വർഷമായി മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന PA സിസിലിയെ കൊടുങ്ങാപ്പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ KT ജോഷി അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അംഗം ബാബു കൂനാമ്പുറത്ത്, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലി എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി കൗൺസിൽ വാർഷിക ഗ്രാന്റ് വിനിയോഗിച്ച് വാങ്ങിയ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. 300ഓളം പുസ്തകങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി V. മുരളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി G. സത്യൻ അധ്യക്ഷത വഹിച്ചു. മനു രവീന്ദ്രൻ, M. ശങ്കരനാരായണൻ, P. ധന്യ, V. വിജയശ്രീ, ജിജി സുരേഷ് എന്നിവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക ജൂബിലിയുടെ ഭാഗമായി മാതൃവേദിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി. ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനൈക്കൽ ഉദ്ഘാടനം ചെയ്തു. തോമസ് അന്തിക്കാട്, സീമ ഷാജു, ഇഗ്നേഷ്യസ് തട്ടിൽ, മദർ സുപ്പീരിയർ ലീന പോൾ എന്നിവർ സംസാരിച്ചു. കേരള പെൻഷനേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് MS ഗോവിന്ദൻകുട്ടി, സ്വാഗത സംഘം ചെയർമാൻ VV ശശികുമാർ, കൺവീനർ NV ദേവദാസ്, സംസ്ഥാന സെക്രട്ടറി PB ഇന്ദിരാദേവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. KGCA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് കുറുക്കഞ്ചേരിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. 27 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. അസോസിയേഷൻ പ്രസിഡന്റ് N. ശാന്തകുമാർ, ജോയിന്റ് സെക്രട്ടറി PD മാത്യു, ഹംസ മന്ദലങ്കുന്ന് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് കൃഷ്ണ നമ്പൂതിരി ഉത്സവ സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് PA ബാലൻ അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, സിദ്ധൻ എളവള്ളി, വേണുഗോപാൽ ഒബേര, മുരളി പുതുമനശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ 1985-86 ബാച്ചിന്റെ കൂട്ടായ്മയിൽ സഹപാഠികളായ 2 പേർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി വാഹനങ്ങൾ നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജു ഫ്രാൻസിസ് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ താക്കോൽ കൈമാറി. ഒരാളെടുത്ത് ഈ ഓരോ ഭാഗത്ത് കൊടുക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
കാറളം നന്ദി റോഡിൽ പാടത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ പോട്ട സ്വദേശിയെ കൊണ്ടുതന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. 25,000 രൂപ പിഴയും ചുമത്തി. ഗുരുവായൂർ നഗരസഭ ടൗൺഹാൾ കോമ്പൗണ്ടിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ തള്ളിയതിൽ പ്രതിഷേധം. ടൗൺഹാൾ വളപ്പ് പാമ്പുകളുടെ വിഹാര കേന്ദ്രമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ നടപടി ദേവസ്വം പിൻവലിച്ചു. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കേരള കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി നൃത്തം അഭ്യസിപ്പിക്കുമെന്ന് കേരള കലാമണ്ഡലം. കുടിവെള്ളത്തിന് സർക്കാർ സംവിധാനങ്ങളെ കാത്തുനിൽക്കാതെ കൊടുങ്ങല്ലൂർ കല്ലുംപുറം നിവാസികൾ. ജലവിതരണ പദ്ധതി നടപ്പാക്കുന്നത് പ്രദേശവാസികളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.